ഹായ് ഓൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4th സെമസ്റ്റർ ഫിസിക്സിലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന പോർഷനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനിൽ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള 2 ക്വസ്റ്റ്യനാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കത് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് റൈറ്റ് ഡൗൺ ജനറൽ വേവ് ഇക്വേഷൻ ആൻഡ് ഗീവ് ഇറ്റ്സ് സൊല്യൂഷൻ. എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ ജനറൽ വേവ് ഇക്വേഷൻ എന്താണ് ആൻഡ് അതിൻ്റെ സൊല്യൂഷൻ എന്താണ്? ശ്രദ്ധിക്കുക, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കുറേ ഡെറിവേഷൻസോ കാര്യങ്ങളൊന്നും വേണ്ട. വളരെ ബ്രീഫായിട്ട് എന്ത് ചെയ്താൽ മതിയാവും, എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാവും. ഓക്കെ, നമുക്ക് ആദ്യം വേവ് ഇക്വേഷൻ എന്താണെന്ന് നോക്കണം. അതിന് മുമ്പായിട്ട് വേവ് എന്താണ്, വേവിൻ്റെ കൺസെപ്റ്റ് എന്താണെന്നൊന്ന് ഞാൻ ബ്രീഫായിട്ട് പറയാം. ഈ വേവ് എന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് ഷേപ്പിലോ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലോ ഒരു കണ്ടിന്യൂസ് മീഡിയത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യണ ഒരു ഡിസ്റ്റർബൻസിനാണ് നമ്മൾ എന്ത് പറയുക, ഒരു വേവ് എന്ന് പറയുക. അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ +2 ക്ലാസ്സിലൊക്കെ പഠിച്ചൊരു ഡെഫിനേഷൻ ഉണ്ടാവും. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ വേവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഡിസ്റ്റർബൻസിനാണ് നമ്മൾ വേവ് എന്ന് പറയാറ്. ഓക്കെ, ഏതായാലും കുഴപ്പമില്ല. വേവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഏതാണ് ഇതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നമുക്കൊരു സിമ്പിൾ എക്സാമ്പിളായിട്ട് നമുക്കൊരു സ്ട്രെച്ച്ഡ് സ്ട്രിങ് എടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് ചെറുതായിട്ട് നമ്മളൊരു ഫോഴ്സ് കൊടുത്താൽ അല്ലെങ്കിൽ അതിനൊന്ന് ചെറുതായിട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ആ സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള സ്ട്രിങ് എന്ത് ചെയ്യും, ഒരു വേവ് ആയിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ലൈക്ക് ദിസ്. ഇപ്പോൾ നിങ്ങൾ ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ് ഇങ്ങനെ എടുത്തുകൊണ്ട് വിചാരിച്ചോ, ഇതിൻ്റെ അറ്റത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇവിടെ ചെറുതായിട്ടൊന്ന് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യുക, ഒന്ന് ചെറിയൊരു ഫോഴ്സ് കൊടുക്കുക വിചാരിച്ചോ. ആ ചെറിയൊരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഇത് എന്താവും, ഇങ്ങനൊരു പാറ്റേണിൽ അത് മൂവ് ചെയ്യുന്നേ കാണാൻ പറ്റുമല്ലോ. ഇതാണ് വേവ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ വേവിനെ ഞാൻ ഈ ഒരു ഇമേജ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് എക്സ്പ്രസ് ചെയ്യാം. നിങ്ങൾ ഈ ഒരു ഇമേജ് നോക്കിയേ. ഈ ഒരു ഇമേജിൽ ഞാൻ ഒരു 1 ഡയമെൻഷണൽ വേവിനെയാണ് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. എന്താണ്? ഒരു 1 ഡയമെൻഷണൽ വേവാണ്. 1 ഡയമെൻഷണൽ വേവ്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നോക്കിയേ. ഇത് സെഡ് ഡയറക്ഷനിലാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ആൻഡ് അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കിയേ. ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. ഇങ്ങനെയുള്ള വേവിന് എന്താ പറയാറെന്ന് ഓർമ്മയുണ്ടാവും. അതായത് പ്രൊപ്പഗേഷൻ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്ന ടൈപ്പ് ഓഫ് വേവ്സിനെ നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് എന്നായിരുന്നു പറയാറുള്ളത്. എന്തായിരുന്നു? ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയും നമ്മൾ. ഓക്കെ, അങ്ങനൊരു വേവാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് നോക്കി, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ, അതായത് ടൈം =0 വിചാരിച്ചു, t=0 ടൈമിൽ ഈ ഒരു വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, ആ ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് ഞാൻ f(z0) എന്ന് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. അതായത് അറ്റ് ടൈം =0. ആൻഡ് അതാണ് ഈ ഫസ്റ്റ് ബമ്പാണ് നമ്മുടെ ടൈം =0യിലുള്ള ഈ വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ആഫ്റ്റർ എ ടൈം t നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെക്കൻഡ് ബമ്പിനെ ഞാൻ എന്ത് ചെയ്യാണ്, ആഫ്റ്റർ എ ടൈം t ആ വേവിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇതായിരിക്കും ഞാൻ പറയുകയാണ്. ആൻഡ് അതിന് ഞാൻ എന്ത് ചെയ്യാണ്, f(z)t എന്ന് റെപ്രസെൻ്റ് ചെയ്യാണ്. ഇങ്ങനെ നമുക്ക് ഒരു വേവ് ഇക്വേഷൻ എഴുതുന്ന സമയത്ത് ജനറലായിട്ട് ഏത് ടൈമിലും കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഏത് ടൈമിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണല്ലോ വേണ്ടത്. ഈ f(z)t എന്ന് പറയുന്നത് ഒരു ജനറൽ ആയിട്ടുള്ളൊരു ടൈമിൽ വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് ഞാൻ എന്ത് ചെയ്യണത്, നമ്മുടെ വേവിൻ്റെ നിലവിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആക്കി ട്രീറ്റ് ചെയ്യണത്. അതായത് ഇങ്ങനെയുള്ളൊരു വേവ്, അതായത് അറ്റ് എ ടൈം t ഈ വേവിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് സെഡും ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് പറയണത് ഞാൻ f(z)t എന്ന് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു വേവ് ഇക്വേഷൻ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൻ്റെ വേവ് ഇക്വേഷൻ എന്ന് പറയണത് (2) f ഡിവൈഡഡ് ബൈ (z2) = 1/v² (2) f ഡിവൈഡഡ് ബൈ (t²) ആയിരിക്കും. ഇതാണ് ഒരു ജനറൽ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഇക്വേഷനെയാണ് നമ്മൾ ജനറൽ വേവ് ഇക്വേഷൻ എന്ന് പറയണത്. ഇക്വേഷൻ. ആൻഡ് ഇതിൽ നിങ്ങൾ ടേം കണ്ടോ, 1/v². ഈ v ആണ് നമ്മുടെ വേവ് ട്രാവൽ ചെയ്യുന്ന, അല്ലെങ്കിൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യണ വെലോസിറ്റി എന്ന് പറയണത്. എന്താണ്? വേവിൻ്റെ പ്രൊപ്പഗേഷൻ വെലോസിറ്റിയാണ് നമ്മൾ എന്ത് പറയുക, ഈ v എന്നിവിടെ റെപ്രസെൻ്റ് ചെയ്യണത്. ആൻഡ് ഈ വെലോസിറ്റി പല കൈൻഡ് ഓഫ് വേവിലും എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളിപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആയിരുന്നു. ഈ ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ് വരുന്ന സമയത്ത് ഈ v എന്ന് പറയണത് നമുക്ക് v = √T/μ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം.
ഈ ടി എന്തായിരിക്കും വരിക? ടി എന്ന് പറയണത് ടെൻഷനാണ്, അതായത് നമ്മുടെ സ്ട്രിങ്ങിൻ്റെ ടെൻഷൻ. ആൻഡ് മ്യൂ എന്ന് പറയണത് എന്താണ്? മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആയിരിക്കും, മാസ് പെർ യൂണിറ്റ് ലെങ്ത്. ആൻഡ് കൈൻഡ് ഓഫ് വേവ്സ് മാറുന്നതിനനുസരിച്ച് ഈ വെലോസിറ്റി എന്ത് ചെയ്യും? ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് എടുക്കണമെങ്കിൽ വിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളവിടെ വേറെ ഒരു ഇക്വേഷൻ ആയിരിക്കും വെലോസിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജനറൽ വേവ് ഇക്വേഷൻ. ആൻഡ് ഈ വി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വേവിൻ്റെ പ്രൊപ്പഗേഷൻ വെലോസിറ്റി ആയിരിക്കും. ഓക്കെ, നമുക്കിനി നോക്കാനുള്ളത് സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷനാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എടുത്തിട്ടുള്ളത് ഈ സെയിം ഡയഗ്രാം തന്നെ എടുക്കുകയാണ്. ആൻഡ് ഇതിൽ നോക്കിയേ, അറ്റ് ടൈം ഈക്വൽ ടു 0, അതായത് ഇനീഷ്യൽ ടൈമിൽ നമുക്ക് ഈ വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഞാൻ f(z0) ആയിട്ട് എടുക്കുകയാണ്. f(z0) ഇതിനെ ഞാൻ മറ്റൊരു ഫംഗ്ഷനായിട്ട് g(z) ആയിട്ട് എന്ത് ചെയ്യാണ്? റെപ്രസെൻറ്റ് ചെയ്യാണ്. അതായത് വേവ് ഷേപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു ഫംഗ്ഷൻ g(z) ആയിട്ട് എന്ത് ചെയ്യാണ്? ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാണ്. ആൻഡ് അറ്റ് ടൈം t എന്ന് പറയണത്, അതായത് ഈ വേവ് എന്ത് ചെയ്യാണ്? കുറച്ച് മുന്നോട്ട് ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റി വിയിൽ എന്ത് ചെയ്തു? മുന്നോട്ട് ട്രാവൽ ചെയ്തു. അങ്ങനെയുള്ള സമയത്ത് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയണത് ഞാൻ f(z) ഈക്വൽ ടു f(z മൈനസ് vt 0) എന്ന് എടുക്കുകയാണ്. ഓക്കെ, അതെങ്ങനെ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോക്കിയേ, ഈ ബമ്പ് ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ടാണ് സെക്കൻഡ് വേവ് ആയിട്ടുള്ളത്. ഈ വേവിന് ഒരു ഫിക്സഡ് ഷേപ്പാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫിക്സഡ് ഷേപ്പ് ആകുന്ന സമയത്തെ ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വി ടി ആണല്ലോ, അതായത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി വിയിലും ടി ടൈമിലും ട്രാവൽ ചെയ്തേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്, ഈ വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വി ടി ആയിട്ട് എടുക്കാമല്ലോ. അങ്ങനെ വി ടി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സെഡിനെ, അതായത് ഈ ഒരു സെക്കൻഡ് ബമ്പ് ഈ വി ടി ഡിസ്പ്ലേസ്മെൻറ്റ് തിരിച്ച് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി എങ്ങനെ ഉണ്ടാവും? അതിനെയാണ് നമ്മൾ എന്ത് പറയണത്? f(z മൈനസ് vt) എന്ന് പറയണത്. ആൻഡ് അറ്റ് ടൈം 0 ആയിട്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്യാണ്? g(z)ൻ്റെ തന്നെ ടേമിൽ ഇതിനെ ഒന്നുകൂടെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ രണ്ടാമത്തെ f(t) എന്ന് പറയണതിന് g(z മൈനസ് vt) എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ നേരത്തെ f(z0)നെ g(z) എന്നും, ഇപ്പോൾ നോക്കി f(z മൈനസ് vt 0)നെ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ g(z മൈനസ് vt) എന്ന് റെപ്രസെൻറ്റ് ചെയ്യാണ്. ഓക്കെ, ഈ g(z മൈനസ് vt) എന്ന് പറയണ ഈ ഇക്വേഷൻ, ഇതാണ് നമ്മുടെ വേവ് ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയണത്. അതായത് നമ്മുടെ വേവ് ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് എന്തെടുക്കാം? ഈ g(z മൈനസ് vt)നെ എടുക്കാൻ പറ്റും. എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ നേരത്തെ കിട്ടിയിട്ടുള്ള നമ്മുടെ വേവ് ഇക്വേഷനിലേക്ക് ഈ ഒരു സൊല്യൂഷൻ ആഡ് ചെയ്യണ സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യും? ആ സൊല്യൂഷൻ ഈ ഇക്വേഷനെ ഒബേ ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വേവ് ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷനായിട്ട് എന്ത് ചെയ്യാം? ഈ g(z മൈനസ് vt) എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതാൻ പറ്റും. ഇത് നോക്കിയേ, നമുക്ക് നേരത്തെ തന്നിട്ടുണ്ടായിരുന്ന വേവ് ഇക്വേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ (∂2f/∂z2 ഈക്വൽ ടു 1/v² (∂2f/∂t² എന്നായിരുന്നു ഉണ്ടായിരുന്നത്. നോക്കി, ഒരു v² എന്ന് പറഞ്ഞ ടേം അല്ലേ ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ എന്ന് പറയണത്, ഇപ്പോൾ നോക്കിയേ, ഈ വേവ് പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് ട്രാവൽ ചെയ്യണ സമയത്തുള്ള ഒരു സൊല്യൂഷനായിരുന്നു ഇതെന്ന് പറയണത്. നമ്മളിപ്പോൾ നേരത്തെ കൺസിഡർ ചെയ്ത വേവ് ഇക്വേഷനിൽ അല്ലെങ്കിൽ വേവിൽ നമ്മൾ പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് ട്രാവൽ ചെയ്യുന്നൊരു വേവായിട്ടാണ് ഇതിനെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ വേവിന് തന്നെ തിരിച്ച് നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് ട്രാവൽ ചെയ്യാമല്ലോ. ആൻഡ് ഇവിടെ ഓൾറെഡി എന്ത് ടേമാണുള്ളത്? v² എന്നുള്ള ടേമാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യില്ല? വിൻ്റെ ഡയറക്ഷൻ, അതായത് വെലോസിറ്റീൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യില്ല? ഇവിടെ മാറ്റർ ചെയ്യില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ജനറലായിട്ട്, അതായത് ഒരു ജനറൽ സൊല്യൂഷനായിട്ട് നമുക്ക് എന്ത് എഴുതാം? അതായത് നമുക്കൊരു നെഗറ്റീവ് ഡയറക്ഷനിൽ കൂടെ ട്രാവൽ ചെയ്യുന്നൊരു വേവായിട്ട് എന്ത് ചെയ്യാം? ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് നമുക്കതിനെ h(z പ്ലസ് vt) എന്ന് എഴുതാം. ആൻഡ് ഇത് എന്ത് സൊല്യൂഷനാണ്? എന്ത് വേവിൻ്റെ സൊല്യൂഷനാണ്? ഒരു വേവ് നെഗറ്റീവ് ഡയറക്ഷനിലേക്കാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സൊല്യൂഷനാണ് എ വേവ് ട്രാവലിംഗ് ഇൻ നെഗറ്റീവ് ഡയറക്ഷൻ. ആൻഡ് നമ്മൾ നേരത്തെ കിട്ടിയ സൊല്യൂഷൻ എന്തായിരുന്നു? g(z മൈനസ് vt) ആയിരുന്നു. അതെന്താണ്? എ വേവ് ട്രാവലിംഗ് ഇൻ പോസിറ്റീവ്
ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 സൊല്യൂഷൻ കിട്ടി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ജനറൽ സൊല്യൂഷനായിട്ട് ഇതിനെ രണ്ടിനെയും ഒരുമിച്ച് എഴുതാം. അതായത് അപ്പോൾ നമുക്ക് ഒരു നെഗറ്റീവ് ഡയറക്ഷനിലുള്ളതും പോസിറ്റീവ് ഡയറക്ഷനിലും രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു മോസ്റ്റ് ജനറൽ സൊല്യൂഷനായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഈ വേവിൻ്റെ സൊല്യൂഷനെ മാറ്റി എഴുതുകയാണ്. ആൻഡ് മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഓഫ് സെറ്റ് ടി ഈക്വൽ ടു ജി ഓഫ് സെറ്റ് മൈനസ് വി ടി പ്ലസ് എച്ച് ഓഫ് സെറ്റ് പ്ലസ് വി ടി. ഇതായിരിക്കും നമ്മുടെ വേവ് ഇക്വേഷൻ്റെ മോസ്റ്റ് ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. മോസ്റ്റ് ജനറൽ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള 2 പാർട്ടും ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ വേവ് ഇക്വേഷൻ എഴുതി ആൻഡ് ദെൻ നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ എഴുതി കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ഡൗൺ വേവ് ഇക്വേഷൻ ഫോർ ദ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ഇ ഇൻ ഫ്രീ സ്പേസ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ടേംസ് ഇൻവോൾവ്ഡ്. വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ദ സ്പീഡ് ഓഫ് ദ വേവ്? എന്താ ചോദിച്ചിരിക്കുന്നത്? വേവ് ഇക്വേഷൻ എഴുതാൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ എന്തിൻ്റെ കേസിലാണ്? ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ഇൻ്റെ കേസിൽ. ആൻഡ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാനും ആൻഡ് സ്പീഡിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നും കൂടിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും ഷോർട്ട് ആൻസറിൽ 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ എക്ക് വേണ്ടിയിട്ടൊരു വേവ് ഇക്വേഷൻ എഴുതുക നോക്കാം. നമ്മളെ മാക്സ്വെൽസ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാക്സ്വെൽസ് ഇക്വേഷൻ പഠിച്ച സമയത്ത് മാക്സ്വെൽസ് ഇക്വേഷൻ ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഓർമ്മയുണ്ടോ? നമുക്കത് ഫ്രീ സ്പേസിലുള്ള മാക്സ്വെൽസ് ഇക്വേഷൻ എന്താണെന്ന് ആദ്യം നോക്കാം. മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻ ഫ്രീ സ്പേസ്. എന്തായിരുന്നു ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്? ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു 0. എന്താ ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞാൽ? ഫ്രീ സ്പേസിൽ എന്തുണ്ടാവില്ല? ചാർജും ഉണ്ടാവില്ല, കറണ്ടും ഉണ്ടാവില്ല. അപ്പം ഡെൽ ഡോട്ട് ഇ എന്തായിരിക്കും? ഫസ്റ്റ് ഗോസിലും എന്താവും? ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു 0 എന്നാവും. ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0. ഇത് നോർമലി അങ്ങനെ തന്നെയായിരുന്നു. ആൻഡ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്തായിരുന്നു? മാഗ്നറ്റിക് മോണോപോൾസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. ആൻഡ് ദ തേർഡ് വൺ ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി, നമ്മുടെ ഫാരഡേസ് ലോ. ആൻഡ് ദ ഫോർത്ത് ഇക്വേഷൻ ആംബിയസ് ലോ. ആംബിയസ് ലോ എന്ന് പറയുന്നത് ഡെൽ ക്രോസ് ബി ഈക്വൽ ടു മ്യൂ 0 എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി. ഇതായിരുന്നു നമ്മുടെ 4 മാക്സ്വെൽസ് ഇക്വേഷൻ. ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്? നമ്മുടെ വേവ് ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ഡിറൈവ് ചെയ്തെടുക്കാൻ പോണത്. ഇതിൽ ഈ ഫാരഡേസ് ലോ കണ്ടോ? ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇനി ഇത് ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാതെ. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഫാരഡേസ് ലോയ്ക്ക് കേൾ എടുക്കുക എന്നുള്ളതാണ്. അതായത് ഓൾറെഡി ഡെൽ ക്രോസ് ഇ ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകൂടെ ഡെൽ ക്രോസ് എടുക്കുക. ഒന്നുകൂടെ ഡെൽ ക്രോസ് എടുക്കുന്ന സമയത്ത് ഡെൽ ക്രോസ് ഇ എന്ന് വരും. എന്തിനാണ് നമ്മൾ ഡെൽ ക്രോസ് എടുക്കുന്നത്? അത് കേൾ എടുക്കണം എന്തിനാ? ഈ വേവ് എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ അബൌട്ട് റൊട്ടേഷൻ ആൻഡ് പ്രൊപ്പഗേഷൻ. ആൻഡ് എന്തല്ല, ഡൈവേർജിങ് ആയിട്ട് അല്ല നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യും പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരാളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? വേവിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ എന്ത് എടുത്തേക്കുന്നത്? ഡെൽ ക്രോസ് കേൾ എടുത്തേക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യാണ്? ഡെൽ ക്രോസ് സി കണ്ടു നോക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് മൈനസ് ഡോ ബി ബൈ ഡോ ടി എന്ന് എടുക്കാം. ഓക്കെ, ഈ ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നത് എന്തൊരു വെക്റ്റർ ഐഡൻറ്റിറ്റി ആണല്ലോ. ആ വെക്റ്റർ ഐഡൻറ്റിറ്റി എന്തായിരുന്നു ഓർമ്മയുണ്ടോ? നമുക്ക് ഈ ഡെൽ ക്രോസ് ഇന് ഡെൽ ഓഫ് ഡെൽ ഡോട്ട് ഇ മൈനസ് ഡെൽ സ്ക്വയർ ഇ എന്ന് എഴുതാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് ഒരു വെക്റ്റർ ഐഡൻറ്റിറ്റി ആണത്. ആൻഡ് ഈ സൈഡ് നോക്കിയേ, ഡെൽ ക്രോസ് മൈനസ് ഡോ ബി ബൈ ഡോ ടി എവിടെ ഉള്ളത്? ഈ ഡോ ബൈ ഡോ ടീനെയും ഡെല്ലിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും ഇൻ്റർചേഞ്ചബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്ത് ചെയ്യാം? നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതാം. ഡോ ബൈ ഡോ ടീനെ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ് ആൻഡ് മൈനസിനെ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. ഡെൽ ക്രോസ് ബി. ഇങ്ങനെ എന്ത് ചെയ്യാണ്? ഞാൻ ഇക്വേഷനെ മാറ്റി എഴുതുകയാണ്. ആൻഡ് ഇവിടെ നോക്കിയേ, ഡെൽ ഡോട്ട് ടി എന്തായിരുന്നു? ഫ്രീ സ്പേസിലാണ് നമ്മൾ മൊത്തം കൺസിഡർ ചെയ്യുന്നത്. ഫ്രീ സ്പേസിൽ നമ്മുടെ ഡെൽ ഡോട്ട് ഇ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഗോസിൽ എന്തായിരുന്നു? 0 ആണ്. അപ്പോൾ എനിക്ക് ഈ ടേമിന് 0 കൊടുക്കാമല്ലോ. ഈ ടേമിന് 0 കൊടുത്തു കഴിഞ്ഞാൽ
ഇവിടെ ബാക്കിയുള്ള ടേം എന്ന് പറയുന്നത് ഡെൽ സ്ക്വയർ ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോട്ട് ടി ഓഫ് എന്താ ഡെൽ ക്രോസ് ബി എന്ന് പറയുന്നത്? ഡെൽ ക്രോസ് ബി എന്താണ്? നമ്മുടെ ആംബിയസ് ലോ, അതായത് മാക്സ്വെൽ കറക്റ്റഡ് ആംബിയസ് ലോ ആണ് ഡെൽ ക്രോസ് ബി എന്ന് പറയുന്നത്. and അതെന്തായിരുന്നു? μ0ε0 ഡോ ഇ ബൈ ഡോ ടി ആണല്ലോ. നമുക്ക് എന്ത് എഴുതാം ഇതിന് പകരം? μ0ε0 ഡോ ഇ ബൈ ഡോ ടി എന്ന് എഴുതാം. ആൻഡ് ഇത് നോക്കി, μ0ε0 ആണ്, എനിക്ക് പുറത്തേക്ക് എടുക്കാം. മൈനസ് μ0ε0 ഡോ ബൈ ഡോ ടി ഓഫ് ഡോ ഇ ബൈ ഡോ ടി. അതിന് എനിക്ക് എന്ത് എഴുതാം? ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? മൈനസ് ഡെൽ സ്ക്വയർ ഇ എന്ന് പറയുന്നത് എന്താ? മൈനസ് μ0ε0 ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ കിട്ടി. രണ്ട് ടേമിൽ എന്തുണ്ട്? മൈനസ് ഉണ്ട്. ഞാൻ മൈനസിനെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാണ്? ഡെൽ സ്ക്വയർ ഇ ഈക്വൽ ടു μ0ε0 ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെ കേസിലുള്ള വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നോക്കിയേ, ഡെൽ സ്ക്വയർ ഈക്വൽ ടു μ0ε0 ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ. നേരത്തെ നമ്മൾ ഡിറൈവ് എടുത്ത് വെച്ച ജനറൽ വേവ് ഇക്വേഷൻ ഓർമ്മയില്ലേ? ആ ജനറൽ വേവ് ഇക്വേഷൻ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയേ, സെയിം ഫോർമാറ്റിൽ ഇത് കിടക്കണം. ആൻഡ് ഇവിടെ ഡെൽ സ്ക്വയർ ഇ എന്ന് പറയുന്ന ടേം ജനറലായിട്ട് ഇവിടെ എഴുതിയാണ് ഡെൽ സ്ക്വയർ എന്ന്. നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ കാർട്ടീഷ്യൻ കമ്പോണൻറ്റിൽ എന്താണ് ഈ ഡെൽ സ്ക്വയർ ഇ എന്ന് പറയുന്നത് വാലിഡ് ആണ്. സേ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ വേണമെങ്കിൽ എക്സ് ഡയറക്ഷനിലാണ് ഈ പ്രൊപ്പഗേഷൻ ഉള്ളതെങ്കിൽ നമുക്ക് ആ ഡെൽ സ്ക്വയർ ഇനെ എന്ത് എഴുതാം? ഡോ സ്ക്വയർ ഇ ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു μ0ε0 ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ ഇപ്പം വൈ കമ്പോണൻ്റ് ആണെങ്കിൽ എക്സിന് പകരം വൈ വെച്ചിട്ട് എഴുതാം. ആൻഡ് സെഡ് കമ്പോണൻ്റ് ആണെങ്കിൽ അങ്ങനെ എഴുതാം. ഇനിയിപ്പോൾ 3 ഡയമെൻഷനിലാണെങ്കിൽ അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ഇലക്ട്രിക് കമ്പോണൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നമ്മളെ നേരത്തെ ജനറൽ വേവ് ഇക്വേഷൻ എഴുതിയ സമയത്ത് അവിടെ ഒരു പ്രൊപ്പഗേഷൻ വെലോസിറ്റി എന്ന് പറയുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതൊരു വേവ് ആണെങ്കിൽ അത് എന്ത് ചെയ്യണം? ഒരു വെലോസിറ്റിയിൽ മുന്നോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യണം. ആൻഡ് ഈ കേസിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെ വേവ് ഇക്വേഷൻ്റെ കേസിൽ എന്താണ് വെലോസിറ്റി എന്ന് നമുക്ക് നോക്കണ്ടേ? അപ്പോൾ ഇത് നോക്കിയേ, ഈ μ0ε0 ഈ ടേമാണ് വെലോസിറ്റി ആയിട്ട് അടുത്ത് വെക്കാൻ പറ്റുന്ന ഒരാൾ. അപ്പോൾ നമ്മുടെ വേവ് ഇക്വേഷനിൽ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേവ് ഇക്വേഷനിൽ നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത് v ഈക്വൽ ടു 1/√of μ0ε0 ആയിരിക്കും. ആൻഡ് ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഓക്കെ, അതായത് 3 × 10⁻⁷ മീറ്റർ/സെക്കൻഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ലൈറ്റിൻ്റെ വെലോസിറ്റി c അല്ലേ? c ആണ്. ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ വിൻ്റെ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ നോക്കി, ഇത് 2 ടേംസ് ആണുള്ളത്, μ0 ആൻഡ് ε0. എന്താ μ0ε0 എന്ന് പറയുന്നത്? ഇതും നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലും മാഗ്നറ്റിക് സ്റ്റാറ്റിക്സിലും ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഈ μ0 എന്ന് പറയുന്നത് എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ആൻഡ് ε0 എന്ന് പറയുന്നത് എന്താണ്? പെർമിബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. പെർമിബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഓക്കെ, ആൻഡ് ഇതിൽ നമുക്ക് മറ്റൊരു കാര്യം കൂടി പറയാം. ഈ മാക്സ്വെൽസ് ഇക്വേഷൻ, അതായത് ഫ്രീ സ്പേസിലുള്ള മാക്സ്വെൽസ് ഇക്വേഷൻ ഒരു c സ്പീഡിൽ ട്രാവൽ ചെയ്യണ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ പ്രൊപ്പഗേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊന്ന് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെ വേവ് ഇക്വേഷനായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിൻ്റെ കൂടെ നമുക്കൊന്ന് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്നത്, ചിലപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെ വേവ് ഇക്വേഷനായിരിക്കും നിങ്ങളോട് ചോദിക്കുക എക്സാമിന്. ചിലപ്പോൾ എന്തും കൂടെ ചോദിക്കാം, മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിൻ്റെ കേസും ചോദിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ആയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? മാഗ്നറ്റിക് ഫീൽഡ് കേസിലും കൂടെയുള്ള വേവ് ഇക്വേഷൻ ഒന്ന് എഴുതാം. നമ്മളിപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെത് ഡിറൈവ് ചെയ്തെടുത്ത പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് വലിയ ചേഞ്ചസ് ഒന്നുമില്ല. അതായത് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിൻ്റെ വേവ് ഇക്വേഷനാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ദാറ്റ് ഈസ് വേവ് ഇക്വേഷൻ ഓഫ്
വേവ് ഇക്വേഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വെക്റ്റർ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കണ ഇക്വേഷൻ എന്ന് പറയുന്നത് ലാസ്റ്റത്തെ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ, നാലാമത്തെ മാക്സ്വെൽസ് ഇക്വേഷൻ, അത് ആംബിയസ് ലോ ആണ്. നമ്മുടെ ആംബിയസ് ലോ പ്രകാരം ഡെൽ ക്രോസ് ബി ഈക്വൽ ടു മ്യൂ 0 എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി ആയിരുന്നല്ലോ. ഡോ ഇ ബൈ ഡോ ടി. നേരെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസ് ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇതിനും കേൾ എടുക്കുകയാണ്. കേൾ എടുത്തു കഴിഞ്ഞാൽ ഡെൽ ക്രോസ് ബി ഈക്വൽ ടു ഡെൽ ക്രോസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി എന്ന് വരും. ഇത് നേരത്തെ നമ്മുടെ വെക്റ്റർ ഐഡൻറ്റിറ്റി തന്നെ. ഇതിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ ഡെൽ ഡോട്ട് ബി മൈനസ് ഡെൽ സ്ക്വയർ ബി ഈക്വൽ ടു മ്യൂ 0 എപ്സിലോൺ 0 ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. അതേപോലെ തന്നെ ഡോ ബൈ ഡോ ടീനെയും ഡെൽ ക്രോസിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഇൻ്റർചേഞ്ചും ചെയ്യുകയാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മ്യൂ 0 എപ്സിലോൺ 0 ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ക്രോസ് ഇ. എങ്ങനെയാണ് വരിക? എന്താ ഈ ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നത്? നമ്മുടെ ഫാരഡേസ് ലോ ആണല്ലോ. എന്തായിരുന്നു? ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. അതേപോലെ തന്നെ ഡെൽ ഡോട്ട് ബി എന്തായിരുന്നു? നമ്മുടെ സെക്കൻഡ് ലോ പ്രകാരം ഡെൽ ഡോട്ട് ബി എന്താണ്? 0 ആണല്ലോ. ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0. അപ്പോൾ രണ്ടും എന്ത് ചെയ്യുക, ഞാൻ ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ദെൻ ഈ ടേം എന്തായി, ഫസ്റ്റ് ടേം എന്തായി ഇപ്പോൾ 0 ആവും. ദെൻ അവിടെ ആരേ ഉണ്ടാവുള്ളൂ ബാക്കി? മൈനസ് ഡെൽ സ്ക്വയർ ബി ഈക്വൽ ടു മ്യൂ 0 എപ്സിലോൺ 0 ഡോ ബൈ ഡോ ടി ഓഫ് മൈനസ് ഡോ ബി ബൈ ഡോ ടി. ഇതിനെ ഒന്നുകൂടെ മാറ്റി എഴുതി കഴിഞ്ഞാൽ എനിക്ക് വരിക, ഈ മൈനസ് ടേമിനെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്തു. ഡെൽ സ്ക്വയർ ബി ഈക്വൽ ടു മ്യൂ 0 എപ്സിലോൺ 0 ഡോ സ്ക്വയർ ബി ബൈ ഡോ ടി സ്ക്വയർ. ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് വെക്റ്ററിൻ്റെ കേസിലുള്ള നമ്മുടെ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ആ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്ററിൻ്റെ വേവ് ഇക്വേഷനും ഇതും കൂടെ കമ്പയർ ചെയ്ത് നോക്കി സെയിം ആണ്. എന്ത് മാത്രമേ വ്യത്യാസമുള്ളൂ? ആ ടേം എന്താണ്, ആ ഫീൽഡ് വെക്റ്ററിൻ്റെ കേസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ. ഇതിലും നമ്മുടെ വെലോസിറ്റി എന്ന് പറയണത് എന്താണ്? വെലോസിറ്റി വി ഈക്വൽ ടു 1/√ മ്യൂ 0 എപ്സിലോൺ 0 ആയിരിക്കും. ആൻഡ് അതെന്തായിരുന്നു? സി ആണ്, സ്പീഡ് ഓഫ് ലൈറ്റ്. ഓക്കെ. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് വെക്റ്ററിൻ്റെ കേസിലുള്ള വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോക്കിയേ കാണാം, ഈ മാഗ്നറ്റിക് ഫീൽഡ് വെക്റ്ററിൻ്റെ ഇക്വേഷൻ്റെ കേസിലും നമുക്ക് ഡെൽ സ്ക്വയർ ബീനെ എന്താണ്, എല്ലാ കാർട്ടീഷ്യൻ കമ്പോണൻറ്റിലും ഇതും വാലിഡ് ആണ്. എക്സ് ഡയറക്ഷനോ വൈ ഡയറക്ഷനോ സെഡ് ഡയറക്ഷനോ അനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഇക്വേഷനെ മാറ്റി എഴുതാം. ആൻഡ് ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് വെക്റ്ററിൻ്റെയും വേവ് ഇക്വേഷൻസ് നമ്മുടെ ജനറൽ വേവ് ഇക്വേഷനുമായിട്ട് വളരെ മാച്ചിങ് ആയിട്ട് നിൽക്കുന്നും കൂടെ ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡെൽ സ്ക്വയർ ബി എന്ന് പറയുന്ന ടേം അത് എല്ലാ കാർട്ടീഷ്യൻ കമ്പോണൻറ്റിലും എന്താണ്, ഈ ടേമും വാലിഡ് ആണ്. എക്സ് കമ്പോണൻറ്റോ വൈ കമ്പോണൻറ്റോ സെഡ് കമ്പോണൻറ്റോ ഏതോ ആയിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ അനുസരിച്ച് ഈ ഇക്വേഷനെ മാറ്റി എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്ററിൻ്റെ അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് വെക്റ്ററിൻ്റെയും ഇക്വേഷൻസ് വേവ് ഇക്വേഷൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജനറൽ വേവ് ഇക്വേഷനായിട്ട് കറക്റ്റായിട്ട് മാച്ച് ചെയ്തു പോകുന്ന രണ്ട് ഇക്വേഷൻസ് ആണ്. ആകെ എന്താ ജനറൽ വേവ് ഇക്വേഷനിൽ നമ്മളൊരു ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യണം. ആ ഫംഗ്ഷൻ എന്തായി, ഇപ്പോൾ നമ്മുടെ ഫീൽഡ് വെക്റ്റർ മാറുന്നതിനനുസരിച്ച് ആ ഫംഗ്ഷൻ മാറും, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഷോർട്ട് ആൻസറിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.